അൽഫാമും മയോണൈസും ശരിക്കും മലയാളികളുടെ ആരോഗ്യത്തെ തകർക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ശാസ്ത്രീയ വിവരങ്ങളുടെ ഒരു ദ്രുത അവലോകനമാണിത്. കേരളത്തിലെ ഭക്ഷണവിപണിയുടെ വലിയൊരു ഭാഗം കൈയടക്കിയിട്ടുള്ള ഈ ഗൾഫ് ഭക്ഷണങ്ങളാണോ പ്രമേഹവും അമിതവണ്ണവും ഉൾപ്പെടുന്ന മെറ്റബോളിക് സിൻഡ്രോമിന് യഥാർത്ഥ കാരണം? അതോ നമ്മുടെ വ്യായാമമില്ലായ്മ മറച്ചുവെക്കാൻ നമ്മളവയെ വെറുതെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, നമ്മുടെ ശരീരപ്രകൃതിക്ക് ഇത്തരം ഭക്ഷണങ്ങൾ ഒട്ടും പറ്റില്ലെന്ന വാദം പൂർണ്ണമായും ശരിയല്ല കേട്ടോ. സത്യത്തിൽ പഴയകാലത്തെ പട്ടിണി അതിജീവിക്കാൻ ശരീരത്തിൽ വേഗത്തിൽ കൊഴുപ്പു സൂക്ഷിച്ചുവെക്കുന്ന ത്രിഫ്റ്റി ഫീനോടൈപ്പ് എന്നൊരു ജനിതക പ്രത്യേകത നമ്മൾ മലയാളികൾക്കുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കാർ എപ്പോഴും പാർക്ക് ചെയ്തിട്ടിട്ട് അതിൽ നിറയെ ഇന്ധനമടിക്കുന്നതുപോലെയല്ലേ ഇത്? അതെ, പ്രശ്നം ഇന്ധനത്തിന്റെ മാത്രമല്ല, വണ്ടി ഒട്ടും ഓടാത്തതിന്റെ കൂടിയാണ്. രണ്ടാമതായി, ഈ മയോണൈസിനും കരിഞ്ഞ ഇറച്ചിക്കും പിന്നിലെ ശാസ്ത്രമെന്താണെന്ന് നോക്കാം. മയോണൈസ് ശരീരത്തിൽ നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുമെന്ന് പറയുന്നതിൽ വലിയ ശാസ്ത്രീയ അടിത്തറയൊന്നുമില്ല. അതിലെ അമിതമായ കലോറിയാണ് ഇവിടത്തെ യഥാർത്ഥ വില്ലൻ. അതുപോലെ അൽഫാമിലെ കരിഞ്ഞ ഇറച്ചി സ്ഥിരമായി കഴിക്കുന്നത് ക്യാൻസർ സാധ്യത കൂട്ടുമെങ്കിലും അത് നേരിട്ട് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ശരിക്കും പേടിക്കേണ്ടത് ഭക്ഷണത്തിലെ എണ്ണയെയല്ല, മറിച്ച് നമ്മൾ കഴിക്കുന്ന ആ വലിയ അളവിനെയാണ്. അവസാനമായി, കേരളത്തിൽ ഏകദേശം 44% ആളുകൾക്കും ഈ മെറ്റബോളിക് സിൻഡ്രോമുണ്ട്. ഇതിന് കാരണം ഒരിക്കലും അൽഫാമല്ല, മറിച്ച് ദിവസവും അമിതമായി കലോറിയുള്ള ഭക്ഷണം കഴിക്കുന്നതും തീരെ അനങ്ങാത്ത നമ്മുടെ പുതിയ ജീവിതശൈലിയുമാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ തെറ്റായ ശീലങ്ങളെ മറച്ചുവെക്കാനുള്ള വെറുമൊരു ഇര മാത്രമാണ് ഈ ഗൾഫ് ഭക്ഷണങ്ങൾ. അതുകൊണ്ട് ഭക്ഷണത്തെ അന്ധമായി കുറ്റപ്പെടുത്തുന്നതിനു പകരം കഴിക്കുന്ന അളവ് കുറയ്ക്കുകയും വ്യായാമം ദിനചര്യയാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിനുള്ള യഥാർത്ഥ പരിഹാരം.